മുഹമ്മദ് അസ്ലം തുടരുന്നുണ്ട്. അസ്ലം, ഇതിപ്പോൾ വരുന്ന ഹജ്ജ് കാലത്തേക്ക് യാത്രക്കാരെ സംബന്ധിച്ച് എത്രത്തോളം ഗുണം ചെയ്യും? ഒരുപാട് ആളുകൾ വീണ്ടും കരിപ്പൂരിനെ ആശ്രയിക്കുന്ന തരത്തിലേക്ക് തന്നെ വരില്ലേ? തീർച്ചയായും കരിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം പ്രതിസന്ധി അകലുകയാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നിലവിൽ തന്നെ ഈ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ശരിക്കും എംബാർക്കേഷൻ പോയിന്റ് പലരും കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കും മാറ്റിയത്. ഒരുപക്ഷെ റേറ്റ് കുറയുന്ന സാഹചര്യത്തിൽ വീണ്ടും കൂടുതൽ ആൾക്കാർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തന്നെ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. കാരണം റേറ്റ് കുറയുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാർ, കാരണം മലപ്പുറത്തും കരിപ്പൂര് തന്നെയുള്ള മലപ്പുറത്ത് തന്നെ നിരവധി ആൾക്കാർ കൊച്ചി ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് കുറയുമ്പോൾ അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇത്തവണ ഈ വർഷം എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അതേസമയം ഇത്തവണ കുറഞ്ഞ സാഹചര്യത്തിൽ അടുത്തവണ കോഴിക്കോട് മലപ്പുറം ജില്ലയിലുള്ള ആൾക്കാർ പരമാവധി കരിപ്പൂരിലേക്ക് എംബാർക്കേഷൻ കേന്ദ്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്താൽ വീണ്ടും റേറ്റ് കുറയും. കാരണം സംസ്ഥാനത്തിൻ്റെ തന്നെ ഹജ്ജ് ഹൗസുള്ള എല്ലാം കരിപ്പൂരാണ്. ഏറ്റവും കൂടുതൽ 50% ആൾക്കാർ പോകുന്നത് ഇവിടെ ആയതുകൊണ്ട് തന്നെ ഹജ്ജ് ഹൗസും സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു ശ്രദ്ധയും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതേസമയം ഈ ഒരു വിമാന നിരക്ക് കാരണം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ തന്നെ അതിൻ്റെ തന്നെ ഒരു ബിസിനസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ പോയിരുന്നു. എന്തായാലും വലിയ മാറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 1,07,000 രൂപയാണ് നിലവിൽ കണക്കാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കുറയാൻ മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്നാണ്